Okay, so good morning, good afternoon, or good evening, depending upon the time you are hearing this lecture. So, I would like to kickstart the paper Narrative of Resistance, Struggle and Justice. സോ ഇത് നിങ്ങളുടെ ഡി എസ് സി ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു പേപ്പറാണ്. സോ ഇതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, റിലേറ്റീവ് ടേംസ് ലൈക്ക് വാട്ട് ഈസ് എ നറേറ്റീവ്, വാട്ട് ഈസ് എ മെറ്റാ നറേറ്റീവ്, എ ഗ്രാൻഡ് നറേറ്റീവ്, വാട്ട് യു മീൻ ബൈ നറേറ്റീവ് ഓഫ് റെസിസ്റ്റൻസ്, എന്താണ് നറേറ്റീവ് ഓഫ് സ്ട്രഗിൾ, എന്താണ് നറേറ്റീവ് ഓഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ എന്താണ് ഡീകോളനൈസേഷൻ, എന്താണ് ഇൻഡിജീനിയസ്, ഇതിൻ്റെയൊക്കെ കുറച്ച് ബേസിക് ടേംസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ ബേസിക് ടേംസിൻ്റെ വീഡിയോ കാണുക, ബിക്കോസ് ദോസ് കോൺസെപ്റ്റ്സ് ആർ റിക്വയർഡ് ടു സെയിൽ ത്രൂ ദിസ് പേപ്പർ. അതായത് ഈ പേപ്പറിലെ ഏത് പാഠഭാഗവും നിങ്ങൾ എഴുതുമ്പോഴും, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴായാലും അല്ലാതെ ഇൻറ്റേർണൽസിന് എഴുതുമ്പോഴായാലും, എന്ത് നിങ്ങളൊരു അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായാലും ആ കോൺസെപ്റ്റ്സ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ പഠിക്കുന്ന എല്ലാ പാഠഭാഗത്തെയും ഗൈഡ് ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആ വീഡിയോ കാണുക, ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് വരിക. ബിക്കോസ് ഈ വീഡിയോയിൽ നമ്മൾ ഓരോരോ പാഠഭാഗങ്ങളുടെ ലെക്ചർ സീരീസ് തുടങ്ങുവാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഹമ്മൂദ് ഡാർവിഷ് എന്ന് പറഞ്ഞ ഒരു പലസ്തീനിയൻ പോയറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന പോയമാണ്. So this video is actually the video would be in two parts. The first part I would provide a brief intro of the poem, and if possible we would also do a reading of the poem. പോയട്രി ഒന്ന് വായിക്കുകയും അതുപോലെ തന്നെ ഈ പോയറ്റിനെ കുറിച്ചും നല്ലൊരു ഇൻട്രോ തരാം. ആൻഡ് ഈ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം യു ആർ ഓൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ്. സോ നല്ലൊരു ഇൻട്രോ, ഒരു റൈറ്ററെ കുറിച്ചുള്ള ഇൻട്രോ, അതുപോലെ തന്നെ ഈ പോയം നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്, പോയം ഏത് അവസ്ഥയിലാണ് ഈ പോയം എഴുതിയത്, അല്ലെങ്കിൽ ഈ പോയത്തിലെ തീം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോയത്തെക്കുറിച്ചും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും ഇതിൽ എംബോഡി ചെയ്തിരിക്കുന്ന പലസ്തീനിയൻ ജനതയെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ the poet is Mahmoud Darwish, 1941 to 2008 ആണ്. So he is a Palestinian poet of great eminence and he is regarded as the national poet of Palestine. സോ അദ്ദേഹത്തെ നാഷണൽ പോയറ്റ് വിളിക്കാൻ കാരണമുണ്ട്, ബിക്കോസ് ഹി ഹാസ് ബീൻ എ സ്ട്രോങ് വോയിസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റൈൻ, vehemently expressing his opinions in the literary and political sphere. സോ എന്താണ് സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റൈൻ, എന്താണ് സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ കൃത്യമായി അറിയണം. ഒരു കൂട്ടം ആളുകളെ ഒരു കോമൺ ഐഡിയ വെച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ നേഷൻ എന്ന് പറയും. അതായത് ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇന്ന കോമൺ ആയിട്ടുള്ള തോട്ടും കാര്യങ്ങളും ചിന്തകളും ഒക്കെയാണുള്ളത്, അപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം, നമുക്കൊരു കോമൺ ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെയാവുമ്പോൾ അവരൊരു നേഷൻ ആകും. ആ നേഷന് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലാൻഡ് എടുത്തിട്ട് ഈ ലാൻഡ് നമ്മുടെയാണ്, അതിന് നമ്മൾ ടെറിട്ടറി എന്നാണ് പറയുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ടെറിട്ടറിയും സോവർണിറ്റി, റിപ്പബ്ലിക് പോലത്തുള്ള പൊളിറ്റിക്കൽ ആട്രിബ്യൂട്ട്സും കൊടുക്കുകയാണെങ്കിലാണ് എന്ത് നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇന്ത്യയുടെ കാര്യം പറയുവാണെങ്കിൽ എന്താണ്, നമ്മൾ നാഷണലിസം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫ്രീഡം സ്ട്രഗിളും നാഷണലിസവും. അപ്പോൾ ഇന്ത്യ ആസ് എ നേഷൻ ആയിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു വെൽ ഡിഫൈൻഡ് ടെറിട്ടറി തന്നു. ഇപ്പോഴും ടെറിട്ടറി ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ പോലും അതായത് ആ ടെറിട്ടറിക്കകത്താണ് നമ്മൾ ഈ നാഷണലിസത്തിന്റെ ഐഡിയാസ്, നമ്മൾ സോവറിനാണ്, അതായത് നമ്മുടെ കാര്യങ്ങളിൽ മറ്റാർക്കും ഇടപെടാനുള്ള അധികാരമില്ല, നമുക്ക് പരമാധികാരമുള്ള രാജ്യമാണ്, ജനാധിപത്യം, റിപ്പബ്ലിക്കാണ്, അതായത് ഇലക്റ്റഡ് ഹെഡ് ഉള്ള രാജ്യമാണ്. അതായത് പൊളിറ്റിക്കലി, സോഷ്യലി, അതുപോലെ തന്നെ തിയറിറ്റിക്കലി എല്ലാം എന്താണ്, നമ്മളൊരു നേഷനുമാണ്, സ്റ്റേറ്റുമാണ്. എന്നാൽ പലസ്തീൻ്റെ കാര്യം അങ്ങനെയല്ല. പലസ്തീൻ ജനത എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് നേഷൻ ഓഫ് പലസ്തീൻ ഉണ്ട്, പക്ഷെ എന്തില്ല, സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ. ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീന് വേണ്ടിയാണ് ഹമാസ് ആയാലും നമ്മുടെ യാസർ അറാഫത്ത് ഒക്കെ പോലത്തുള്ളവരായാലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉള്ളവരായാലും ലോകമൊട്ട് ഇന്ത്യ ഉൾപ്പെടെ UN-ന്റെ 2 സ്റ്റേറ്റ് തിയറിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീന് വേണ്ടി വളരെ വോക്കലായിട്ട് സംസാരിക്കുന്ന പോയറ്റാണ് ആര്, മഹമ്മൂദ് ഡാർവിഷ് എന്ന് പറഞ്ഞ പോയറ്റ്. ഹിസ് പോയംസ് റൂട്ടഡ് ഇൻ ഹിസ് പലസ്തീനിയൻ ഐഡന്റിറ്റി often renders Palestine as a metaphor for the loss of the promised land, birth and resurrection, and the anguish of dispossession and exile. അതായത് ഇദ്ദേഹത്തിന്റെ പോയത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പലസ്തീനിയൻ ഐഡന്റിറ്റി ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡന്റിറ്റി കാർഡിലും നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു റെഫ്രൈൻ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ആ റെഫ്രൈൻ വഴി അദ്ദേഹം എങ്ങനെയാണ് തന്റെ അറബ് പലസ്തീനിയൻ ഐഡന്റിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഊട്ടി ഉറപ്പിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ പലസ്തീനെ അദ്ദേഹം ഒരു മെറ്റഫറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിന്റെ മെറ്റഫറായിട്ട്,
നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രോമിസ്ഡ് ലാൻഡിന്റെ മെറ്റഫർ, അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന ഒരു ലാൻഡിന്റെ ഒരു നല്ല നാളെയുടെ മെറ്റഫറായിട്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു മെറ്റഫറായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്പൊസഷൻ, എക്സൈൽ എന്ന് പറഞ്ഞാൽ നാട് കടത്തപ്പെടുക, അതായത് സ്വന്തം രാജ്യത്ത് തന്നെ നമ്മൾ അഭയാർത്ഥികളാകുന്ന ഒരു അവസ്ഥ. അപ്പൊ പലസ്തീനെ അദ്ദേഹം ഇതിന്റെയൊക്കെ അദ്ദേഹത്തിന്റെ പോയിംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വക തീംസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മെറ്റഫറായിട്ട് എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, പലസ്തീനെ അദ്ദേഹം നല്ല പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ് പോയംസ് ആർ എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ വെയർ ഹി ചാലഞ്ചസ് ദി ഹെജിമണി ആൻഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കൊളനൈസേഷൻ ഓഫ് ദ സയണിസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ദി ഇസ്ലാമോഫോബിയ ഓഫ് ദ വെസ്റ്റ്. സോ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ ഒരു ബേസിക് ടേംസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുവാണെങ്കിൽ കൃത്യമായിട്ട് എന്താണ് ഈ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വളരെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ മേളിൽ ഒരു പവർ ആധിപത്യം സ്ഥാപിക്കാൻ, ഇപ്പൊ നമ്മുടെ മേളിൽ ബ്രിട്ടീഷുകാർ, നമ്മൾ ഇന്ത്യ കൊളോണിയൽ ഡോമിനൻസ് ഉള്ളൊരു കൺട്രി ആയിരുന്നു. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവരെ നമ്മൾ സാഹിത്യത്തിലൂടെ എതിർക്കും. അതായത് അവരുടെ പവർ സ്ട്രക്ചറിനെ, അവരുടെ കൾച്ചറൽ ഇമ്പോസിഷൻ, അതായത് അവർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ കൾച്ചറൊക്കെ ഒന്നും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻഫീരിയർ ആണെന്നും ഇംഗ്ലീഷാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രിട്ടീഷുകാരുടെ വാല്യൂസ് ആണ് സുപ്പീരിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മൾ ഇമ്പോസ് ചെയ്യാൻ നോക്കും. അതിനെതിരെ നമ്മൾ ചെറുത്തുനിൽപ്പ് നടത്തും, സാഹിത്യത്തിലൂടെയും ഈ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ ചെറുത്തുനിൽപ്പ് നടത്തും. അതിന്റെ ഏറ്റവും നമ്മുടെ റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ആ ഒരു നാഷണൽ ലെവലിൽ പറയുമ്പോൾ, അത് പോരാതെ ഈ ദളിത് ഇഷ്യൂസ്, നമ്മുടെ കാസ്റ്റ് ഇഷ്യൂസ് വെച്ച് ഡിവൈഡാണ്, ഫെമിനിസം, ഇവരൊക്കെ എഴുതുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിന്റെ ഒരു വകഭേദമാണ്. കാരണം ഏതെങ്കിലും ഒരു പവർ സ്ട്രക്ചർ കാണും, അവർ നമ്മളിൽ കൾച്ചറൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹെജിമണി എക്സസൈസ് ചെയ്യും. ആ ഹെജിമണിയെ സബ്വേർട്ട് ചെയ്യും ഇതിലൂടെ, ലിറ്ററേച്ചറിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെ, ഇപ്പൊ ഫിലിം ആകാം, ലിറ്ററേച്ചർ ആവാം, അതിലൂടെയൊക്കെ നമ്മൾ അവരെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി അസേർട്ട് ചെയ്യുവാണ്. ആ വിധത്തിലുള്ള എല്ലാ സാഹിത്യ ശാഖകളും എന്തിൽ വരും, റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിൽ വരും. ഞാൻ മറ്റേ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ ആ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞുള്ളൂ. സോ ഇദ്ദേഹത്തിന്റെ പോയം റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. അത് മാത്രമല്ല, ലിറ്ററേച്ചർ ഓഫ് സ്ട്രഗിൾ, അതായത് ഒരു ജനതയുടെ പോരാട്ടം, അല്ലെങ്കിൽ ഒരു ജനതയുടെ സ്ട്രഗിളിനെ ക്രോണിക്കിൾ ചെയ്യുന്ന ലിറ്ററേച്ചറെ നമ്മൾ ലിറ്ററേച്ചർ ഓഫ് സ്ട്രഗിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. കൂടാതെ അല്ലെങ്കിൽ നറേറ്റീവ് ഓഫ് സ്ട്രഗിൾ എന്ന് പറയാറുണ്ട്. കൂടാതെ എന്താണ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ്, ഡിഗ്നിറ്റി, ബേസിക് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ്, ഒരു സോഷ്യൽ ജസ്റ്റിസ്, ഒരു ഇഗാളിറ്റേറിയനിസം, ഇതൊക്കെ എംബോഡി ചെയ്യുന്ന പോയത്ത് നമ്മൾ നറേറ്റീവ് ഓഫ് ജസ്റ്റിസ് എന്നും പറയാറുണ്ട്. സോ ഇതിന്റെ ഒക്കെ കോമ്പിനേഷനാണ് ഇദ്ദേഹത്തിന്റെ പോയംസ്. ഇനി നമുക്കൊരു ടൈം ലൈൻ, ഈ ടൈം ലൈൻ ഭയങ്കര ഇസെൻഷ്യലാണ്. അതായത് നമ്മൾ ഏതൊരു വർക്ക് ഓഫ് ആർട്ട് പഠിക്കുമ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് എന്തുകൊണ്ട് ഈ പോയം എഴുതപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ഈ പോയം റെലവൻ്റ് ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴും ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ മിസൈൽ സ്ട്രൈക്കിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ. സോ അതിന്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. അപ്പം ബേസിക്കലി ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ലൈൻ ആണ്. നമ്മുടെ അൽ ജസീറയിൽ ഇത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് സൈറ്റ്സിൽ നിങ്ങൾക്ക് ടൈം ലൈൻ ഓഫ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈനും അതേപോലത്തുള്ള നമ്മുടെ ഈ മാപ്പ് കണ്ടോ. 1947 ഈ പച്ച എല്ലാം പലസ്തീൻ ആയിരുന്നു, ബാക്കിയായിരുന്നു ഇസ്രായേൽ. പക്ഷേ 1947 UN പ്ലാൻ വന്നു. ആ UN പ്ലാൻ വരുന്നതിൻ്റെ ഒക്കെ കോൺടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. കൂടാതെ 1949 ഇത്രയായി, 2005 ഇത്രയായി, 2023 ഇതും പോയി. ഗാസ സ്ട്രിപ്പും ഇപ്പം ഇത്രയൊക്കെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം ഇസ്രായേൽ പിടിച്ചടക്കുവാണ്, ഗോലാൻ ഹൈറ്റ്സും എല്ലാം പിടിച്ചടക്കുവാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ ടൈം ലൈൻ എന്തുവാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് പറ്റുന്നു, നമ്മുടെ ആക്സിസ് പവേഴ്സും അലീഡ് പവേഴ്സും ഉണ്ട്. വേൾഡ് ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാം അല്ലേ. ആക്സിസ് പവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറിയും, അലീഡ് പവേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, പിന്നീട് US കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധം നടക്കുന്നു. സ്വാഭാവികമായിട്ട് ആര് ജയിക്കുന്നു, നമ്മുടെ അലീഡ് പവേഴ്സ് ജയിക്കുന്നു. ഈ ആക്സിസ് പവറിൽ ജർമ്മനിയുടെ ഒക്കെ കൂടെ ടർക്കി ഉണ്ടായിരുന്നു കേട്ടോ, ഒട്ടോമാൻ എംപയർ. അപ്പൊ ഈ ഒട്ടോമാൻ എംപയർ ആണ് നമ്മുടെ വേൾഡ് മാപ്പിൽ നമ്മൾ ആ ദുബായ്, UAE, ഖത്തർ, ആ ഏരിയ ഒക്കെ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഏരിയ, അത് മൊത്തം കൺട്രോൾ ചെയ്തിരുന്നാലും, ടർക്കി ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഒട്ടോമൻ എംപയർ ആയിരുന്നു. ഈ ഒട്ടോമൻ എംപയർ പരാജയപ്പെടുകയും ഒട്ടോമൻ എംപയറിന്റെ ടെറിട്ടറി ഇവർ ഈ നമ്മുടെ ജയിച്ചവർ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജ്യൂസ് ബ്രിട്ടനെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും 1917
ഒരു ഡിക്ലറേഷൻ പാസ്സാക്കുകയാണ്. എന്താണ് ബാൽഫോർ ഡിക്ലറേഷൻ, ഒരു ജൂയിഷ് നാഷണൽ ഹോം എവിടെ അറബ് ലാൻഡിൽ തുടങ്ങുമെന്ന് 1917 ബാൽഫോർ ഡിക്ലറേഷൻ പാസ്സാക്കുകയും, കൂടാതെ പിന്നീട് നമുക്കറിയാം അല്ലേ, ഹിറ്റ്ലർ നമ്മുടെ ജൂസിനെ ഭയങ്കരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്തു അല്ലേ. അതിന്റെ ഭാഗമായിട്ട് സയോണിസ്റ്റ് മൂവ്മെന്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ആ പെർസിക്യൂഷൻ കൂടെ ആയപ്പോൾ കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുകയും ഈ ജൂയിഷ് ഹോംലാൻഡ് എന്നുള്ളത് സയോണിസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ആയിട്ട്, ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് മാറുകയും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിനൊരു സെക്കൻഡ് വേൾഡ് വാർ വരുന്നു 1939-45. ഈ സെക്കൻഡ് വേൾഡ് വാറിൽ വീണ്ടും എന്താണ്, ജൂസ് ബ്രിട്ടനെ നല്ല സഹായിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പലസ്തീൻ എന്നൊരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. അതായത് ഇവർ സെക്കൻഡ് വേൾഡ് വാർ അതിന് കോളനിയൊക്കെ നഷ്ടപ്പെട്ടു ഇല്ലേ, ബ്രിട്ടന്റെ കുറെ കോളനി പോയില്ലേ. അതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസറ്റ് ആണ് ഡീ കോളനൈസേഷൻ ആൻഡ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്നുണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗം. കാരണം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടന്റെ ശക്തിയൊക്കെ പോയി. അമേരിക്ക സൂപ്പർ പവർ ആയിട്ടൊന്നും, റഷ്യ സൂപ്പർ പവർ ആയിട്ടൊന്നും ബ്രിട്ടൻ പോയി. അപ്പം ബ്രിട്ടന്റെ കോളനീസ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. അപ്പൊ ഇവന്മാര് നമ്മുടെ അടുത്ത് കാണിച്ച പോലെ എന്ത് ചെയ്തു, ഇവിടെ ഒരു പണി ചെയ്തു വെച്ചു. എന്താണ്, അതെ, നമ്മുടെ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും ആക്കിയിട്ട് പോയി. ഇപ്പൊ നമ്മൾ ഇപ്പോഴും കിടന്ന് അടിക്കുവാണ്. അതുപോലെ ഇവിടെ ഇവന്മാര് പലസ്തീനും ഇതും ആക്കിയിട്ട്, പലസ്തീനും ഇസ്രായേലും ആക്കിയിട്ട് ഇവന്മാരങ്ങ് പോയി. അപ്പം അതിന് അടി ഉണ്ടായപ്പോഴത്തേക്ക് യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടിട്ട് എന്ത് പറഞ്ഞു, അതെ, ഒരു പാർട്ടീഷൻ പ്ലാൻ പറഞ്ഞു, UN പാർട്ടീഷൻ പ്ലാൻ പറഞ്ഞു. അത് പ്രകാരം നമ്മുടെ നേരത്തെ കണ്ട ഇമേജ് കണ്ട, ഈ ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കിന്റെ ഇത്രയും ഭാഗങ്ങളും പിന്നെ ഈ നോർത്തേൺ പോർഷൻ ഇതും ആർക്ക് പോവും, ഇത് പലസ്തീൻ റൂൾ ചെയ്യും, ബാക്കിയൊക്കെ ഇസ്രായേൽ റൂൾ ചെയ്യും. ജെറുസലേം കോമൺ ക്യാപിറ്റൽ ആയിരിക്കും, രണ്ടുപേരും ക്യാപിറ്റൽ ജെറുസലേം ആക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു UN വെച്ചിരുന്നത്. എന്നാൽ ആരും സമ്മതിച്ചില്ല, പലസ്തീൻ സമ്മതിക്കും. കാരണം നമ്മുടെ വീട്ടിൽ വന്ന് ഒരാൾ താമസിക്കുകയാണ്, ഒരാൾ വാടകയ്ക്ക് താമസിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ പുള്ളി പറയുന്നു, എനിക്ക് എൻ്റെ വീട് ഇവിടെ ഉണ്ടാക്കണം, അതുകൊണ്ട് നമുക്ക് ഈ വീട് അങ്ങ് രണ്ടാക്കാം. സമ്മതിക്കുമോ? അതേ അവസ്ഥയായിരുന്നു പലസ്തീൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പം ഇത് ഡിസ്പ്യൂട്ടബിൾ ആണ്. കാരണം കുറെ വർഷങ്ങൾക്ക് മുന്നേ ജ്യൂസാണ് അവിടെ താമസിച്ചത്. ഈ കിങ് സോളമന്റെ ഒക്കെ കഥകളുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് ഒട്ടോമൻ ടർക്സ് പിടിച്ചെടുത്ത് പലസ്തീൻസ് വരുന്നു, പിന്നീട് ജ്യൂസ് വരുന്നു. ഇപ്പോഴും അതിൻ്റെ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള ഒരു ലാൻഡാണ് ഈ സിനായ് പെനിൻസുല, ആ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും രമ്യതയിൽ UN പരിഹരിക്കാൻ ശ്രമിച്ചു അല്ലേ, 2 നേഷൻ തിയറി അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് തിയറി. പക്ഷെ അത് പലസ്തീൻ അംഗീകരിച്ചില്ല. 48 മെയ്യിൽ എന്ത് വരുന്നു, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ നിലവിൽ വരുന്നുണ്ട്. കണ്ടോ, 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ നിലവിൽ വരുന്നുണ്ട്. റഷ്യയും USA അംഗീകരിക്കുന്നുണ്ട് കേട്ടോ, ബ്രിട്ടനും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇന്ത്യ അംഗീകരിക്കുന്നില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ എപ്പോഴും പലസ്തീൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളൂ. സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ 194 റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് എന്ത്, പലസ്തീൻ റെഫ്യൂജീസ്. കാരണം ഈ ടൈമിൽ പലസ്തീൻകാർ ഒരുപാട് പേര് ഇവർ ഇസ്രായേൽ പുറത്താകുന്നത്. അതിനാണ് അൽ നഖ്ബ എന്ന് പറയുന്നൊരു ഇവന്റ് ആണ്. അൽ നഖ്ബ ഓർ കാറ്റാസ്ട്രഫി എന്ന് ഈ പലസ്തീൻകാർ പറഞ്ഞ ഇവന്റാണ് അൽ നഖ്ബ. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റെഫ്യൂജീസ് ഇവിടെ വിട്ടു പോകുന്നുണ്ട്, പലായനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന റെസൊല്യൂഷൻ. ഈ അൽ നഖ്ബ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പോയത്തിലും ഈ അൽ നഖ്ബയുടെ റെഫറൻസ് ഉണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത് നടക്കുന്നുണ്ട്. അതിനുശേഷം 1967 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു വാർ ഒക്കെ വരുന്നുണ്ട് അല്ലെ. ജോർദൻ അസ്യൂംസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ വെസ്റ്റ് ബാങ്ക്. Israel massacres Palestine in the village of Galgia, Kufr, Qassim and Khan Yunis. Palestinian Liberation Organization is formed in Cairo. 1964 PLO ഫോം ചെയ്യുന്നു. 1967 എന്താണ്, ഒരു 6 ഡേ അല്ലെങ്കിൽ ഒരു 6 ഡേ വാർ ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. ഇസ്രായേൽ ഒക്കുപ്പൈസ് ദ റെസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിക് പലസ്റ്റൈൻ ഇൻക്ലൂഡിംഗ് ദ ഗാസ സ്ട്രിപ്പ് ആൻഡ് ദ വെസ്റ്റ് ബാങ്ക് ആസ് വെൽ ആസ് ദ സിറിയൻ ഗോലൻ ഹൈറ്റ്സ് ആൻഡ് ദ ഈജിപ്ഷ്യൻ സിനായ് പെനിൻസുല. അതപ്പം ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, ഒക്കുപൈ ചെയ്യുന്നുണ്ട്. 1967 ഒരു 6 ഡേ വാറിലേക്കൊക്കെ പോകുന്നുണ്ട്. 6 ദിവസം നീണ്ടുന്ന യുദ്ധമാണ്. ഇസ്രായേൽ ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം അതായത് 48 ഒരു യുദ്ധം ഉണ്ടായി, അതും ഇസ്രായേൽ ജയിച്ചു. 67 ഒരു 6 ഡേ വാർ ഉണ്ടായി, അതും ഇസ്രായേൽ ജയിച്ചു. അതിനുശേഷം 1964 നമ്മുടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു ടെറർ സ്ക്വാഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് സെപ്റ്റംബർ ആണ് നമ്മുടെ 1970s 72 എൻ്റെ ഓർമ്മ, ജർമ്മനിയിൽ വെച്ച് ഒളിമ്പിക്സ് നടന്നു. മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേൽ താരങ്ങളെ മാസക്കർ ചെയ്തു. അവരുടെ ഒളിമ്പിക് വില്ലേജിൽ ചെന്നിട്ട് ഇസ്രായേൽ താരങ്ങളെ കൊന്നു കളഞ്ഞു. അങ്ങനെ ഈ ബ്ലാക്ക് സെപ്റ്റംബർ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ ഇസ്രായേലിന്റെ മൊസാദ് ഇവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്പറേഷൻ ഒക്കെ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടും. അപ്പം ഇതിനുശേഷം പീസിന്റെ വഴിയിലേക്ക് വരാൻ തുടങ്ങി അല്ലേ. യാസിർ അറാഫത്ത് എന്ന് പറഞ്ഞ വലിയൊരു നേതാവ് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു UN സ്പീച്ച് ഉണ്ട്. ഞാൻ ഒരു കയ്യിൽ തോക്കും മറു കയ്യിൽ ഒളിവ് ബ്രാഞ്ചും ഏന്തിയാണ് വന്നിരിക്കുന്നത്. തോക്കെടുക്കണോ ഒളിവ് ബ്രാഞ്ച് എടുക്കണോ എന്ന്
ലോകം തീരുമാനിക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള UN സ്പീച്ച് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഏരിയ ഭയങ്കര ഡീസ്റ്റെബിലൈസ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആര് വന്നു? അമേരിക്ക ഇടപെട്ടു. 1993 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും എല്ലാം കൂടെ ഒരു ഡിക്ലറേഷൻ, ഒരു പീസ് ട്രീറ്റ് സൈൻ ചെയ്തു. അതിനെയാണ് നമ്മൾ ഓസ്ലോ പാക്ട് എന്ന് വിളിക്കുന്നത്. ഓസ്ലോ അക്കോർഡ്, ഓസ്ലോ പാക്ട് എന്നൊക്കെ പറയും. ഈ ഓസ്ലോ പാക്ട് പ്രകാരം ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും പലസ്തീൻകാർ ഭരിക്കും. അതേപോലെ സെപ്പറേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കും, ബാക്കി ഇസ്രായേൽ ഭരിക്കും. ഈ വെസ്റ്റ് ബാങ്കിലാണ് നമ്മുടെ യാസിർ അറാഫത്തിന്റെ ഗവൺമെന്റ് ഭരിക്കുന്നത്. ഗാസ സ്ട്രിപ്പിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ്. ഇപ്പൊ ഗാസ സ്ട്രിപ്പ് ഭരിക്കുന്നത് ഹമാസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഓസ്ലോ പാക്ട് എന്ന് പറയുന്നത്? 1995 ആ ഓസ്ലോ പാക്ട് ഒന്ന് ഫോർമലൈസ് ചെയ്ത് ഓസ്ലോ 2 ഉള്ള അക്കോർഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ PLO ആൻഡ് ഇസ്രായേൽ സൈൻ ആൻ അഗ്രിമെന്റ് ദാറ്റ് റിക്വയർസ് ഇസ്രായേലി ഫോഴ്സസ് ടു പാർഷ്യലി വിഡ്രോ ഫ്രം ഹെബ്രോൺ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ കാസ്റ്റ് ബ്ലഡ് ആണ് 2008. കാരണം ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ലാൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ഈ പറഞ്ഞ സീസ് ഫയർ ഉണ്ടായി. കാരണം ഈ ഏരിയ ഭയങ്കര ഡീസ്റ്റെബിലൈസ്. കാരണം ഈ 2012 ആയപ്പറ്റി നമ്മൾ സിറിയൻ യുദ്ധവും സ്റ്റാർട്ട് ചെയ്തു. മേളിലുള്ള സിറിയൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ 2016 എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട്, ഇത് 15 വരെയുള്ള ടൈം ലൈനേ ഉള്ളൂ, 16 എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്യുന്നുണ്ട് ഡൊണാൾഡ് ജെ ട്രംപിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ 2023 വീണ്ടും കോൺഫ്ലിക്റ്റ്. ഇപ്പോഴും അതൊരു വാർ ടോൺ റീജിയൻ ആയിട്ട്. അപ്പൊ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇസ്രായേലിയും പലസ്തീൻ്റെ, നിങ്ങൾ അറിയണം. ഓക്കെ, സോ ഇതാണ് ആ ഒരു കാർട്ടോഗ്രഫിക് ഡിക്ലൈൻ ഓഫ് പലസ്തീൻ. ഇതും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് പോയത്തെ കുറിച്ച് പറയാം. ദി പോയം ഒറിജിനലി ടൈറ്റിൽഡ് ബിയാഖത്ത് ഹവിയ വാസ് റിട്ടൺ ആൻഡ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1964 കളക്ഷൻ ലീവ്സ് ഓഫ് ഒളിവ്സ്. അപ്പോൾ 1964 ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള വാർ ടൈം മിസറി നടക്കുകയാണ്. ആ സമയത്താണ് പലസ്തീൻ PLO കണ്ടുപിടിച്ചു. 1964 PLO കണ്ടുപിടിച്ചു. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടി ഇതിലുണ്ടെന്ന് ഓർക്കണം. പിന്നെ എന്ത് പറ്റി? ഈ പോയം വാസ് ലേറ്റർ ബിക്കേം എ പ്രൊട്ടസ്റ്റ് സോങ്. കാരണം ഈ പോയം ഇദ്ദേഹം കവലകളിൽ ചെന്ന് റിസൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ട് മാറുകയും അദ്ദേഹത്തെ ഈ കുറ്റത്തിനും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ദ പോയറ്റ് കമ്പൈൻസ് പേഴ്സണൽ മെമ്മറീസ് with collective experiences to foreground the overlooked and suppressed history of the Arab Palestinians by the marginalizing forces of the Israeli invaders. The poet's bold and proud declaration of his Arab ancestry and identity, as well as his community's intimate bond with their land, are looked at as instances of resistance within the poem. അതായത് ഇദ്ദേഹത്തിന് ഭയങ്കര പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛനെ ജയിലിട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡാർവിഷ് മെഹമ്മൂദിന് തന്നെ അദ്ദേഹത്തിന് പലസ്തീൻ സിറ്റിസൺ അല്ലാതായി. അദ്ദേഹം സ്വന്തം ലാൻഡിൽ സിറ്റിസൺ അല്ലാതാകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം ഒരു ഇന്റേണൽ റെഫ്യൂജി ആയിട്ട് സ്വന്തം സ്ഥലത്ത് ജീവിക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിന് മാത്രം അനുഭവമല്ല, അവിടെയുള്ള ഒരു കളക്റ്റീവ് ഗ്രൂപ്പ്, പലസ്തീനൻ ജനതയുടെ മൊത്തം അനുഭവമാണ്. അതാണ് ഈ പറഞ്ഞ പേഴ്സണൽ മെമ്മറീസും കളക്റ്റീവ് എക്സ്പീരിയൻസും ബ്ലെൻഡ് ചെയ്ത് ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന വഴി നമ്മുടെ അറബ് പലസ്തീനിയൻസിനെ സപ്രസ് ചെയ്യുന്ന ഇസ്രായേലി ഇൻവേഡേഴ്സിനെ കുറിച്ചും, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ റിച്ച് ആൻസെസ്ട്രി, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അതുപോലെ തന്നെ ആ പലസ്തീൻ ലാൻഡുമായിട്ടുള്ള, ആ ഭൂമിയുമായിട്ടുള്ള അവേദ്യമായ അവരുടെ ബന്ധമൊക്കെ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ പോയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഈ ചെറുത്തുനിൽപ്പിന്റെ ഒരു റെസിസ്റ്റൻസ് ആണല്ലേ. അവര് നമ്മുടെ ഐഡന്റിറ്റിയെ മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ വേരുകളെ അറക്കാൻ ശ്രമിക്കുമ്പോൾ, പലസ്തീനിയൻസിനെ ഇറേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒരു എത്നിക് ക്ലെൻസിങ് നടത്താൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, വി ആർ വാട്ട് വി ആർ, അല്ലെങ്കിൽ ദിസ് ഇസ് അവർ ലാൻഡ്, വി ആർ നോട്ട് ഗോയിങ് ടു ഗോ, അല്ലെങ്കിൽ വി വിൽ ഫൈറ്റ് ടിൽ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഫെർവർ എന്തിലുണ്ട്? ഇദ്ദേഹത്തിന്റെ ആ ഒരു പോയട്രിയിലുണ്ട്. ഇനി ഈ പോയട്രി എന്താണ് പറഞ്ഞത്? The poem tells the story of a man's experience in the troubled war-torn landscape of Palestine, his angst regarding his identity crisis, and serves as a strong assertion of his Palestinian Arab identity. It showcases the predicament of a man in particular and the Palestinian people in general by pointing to the miserable state of affairs endured by the populace. In this sense, it is a classical example of നറേറ്റീവ് ഓഫ് സ്ട്രഗിൾ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പോയം ഇറ്റ് ക്യാപ്ചേഴ്സ് അവരുടെ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും, അവരുടെ ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീന് വേണ്ടിയുള്ള സ്ട്രഗിളും എല്ലാം കൃത്യമായിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നതിനാൽ ഇതിനെ നമ്മൾ നറേറ്റീവ് ഓഫ് സ്ട്രഗിളിലും കൂടി ഉൾപ്പെടുത്തി വായിക്കാൻ പറ്റും. കൂടാതെ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പറഞ്ഞ വാർ ടോൺ ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വർക്ക് പ്രൊഫൈൽ അല്ലെ, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഒലിച്ചു പോകുന്ന ഐഡന്റിറ്റി അല്ലെ, അദ്ദേഹത്തിൽ നിന്നും തട്ടിപ്പറിക്കപ്പെടുന്ന ഭൂമി, ഇതിനെക്കുറിച്ചെല്ലാം എന്ത് ചെയ്യുന്നു? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ത് പറയുന്നുണ്ട്? ഇറ്റ് ഓൾസോ റിഫ്ലക്ട്സ് ദ ലോസ് ഓഫ് ഹോം ലാൻഡ്
and the subsequent disruption of family, work, history, and life itself by pointing out the dilemma of a people who are reduced to refugees in their own land. സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ഒരു ജനതയുടെ തീവ്ര വികാരങ്ങള് വളരെ നല്ലപോലെ ഇദ്ദേഹത്തിന്റെ ഈ പോയത്തിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞ പോയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്, അത് മാത്രമാണോ, ദേഷ്യം, ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ഓഫ് ഹിസ് പീപ്പിൾ that serves to establish the Arab identity, thereby offering strong resistance and a sharp criticism to the Zionist colonial project. അതായത് സയനിസ്റ്റ് കൊളോണിയൽ പ്രോജക്റ്റിനെതിരെയുള്ള തന്റെ ദേഷ്യവും അവരുടെ ഫ്രസ്ട്രേഷനും അത് എങ്ങനെ അദ്ദേഹം കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ അറബ് ഐഡന്റിറ്റി ഈ പറഞ്ഞ അടിച്ചുറപ്പിച്ചുകൊണ്ടാണ്, അല്ലെ, അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് വഴി ഇവരുടെ ആ ഒരു ഈ പറഞ്ഞ ഹെജിമണിയെ അദ്ദേഹം സബ്വേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ വേർഡ് സബ്വേർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ. സോ നമുക്ക് പോയത്തിന്റെ ഒരു പ്രിലിമിനറി റീഡും കൂടെ നടക്കാം. ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ സമ്മറി മിക്കവാറും അടുത്ത വീഡിയോയിൽ കാണും. സോ ലെറ്റ്സ് റീഡ് ദ പോയം. Write down, I am an Arab and my identity card number is 50,000. I have 8 children and the 9th will come after a summer. Will you be angry? Write down, I am an Arab, employed with fellow workers at a quarry. I have 8 children. I get them bread, garments, and books from the rocks. I do not supplicate charity at your doors, nor do I belittle myself at the footsteps of your chamber. So will you be angry? Write down, I am an Arab. I have a name without a title, patient in a country where people are enraged. My roots were entrenched before the birth of time and before the opening of the eras, before the pines and the olive trees and before the grass grew. My father descends from the family of the plough, not from a privileged class, and my grandfather was a farmer, neither well bred nor well born. Teaches me the pride of the sun before teaching me how to read, and my house is like a watchman's hut made of branches and cane. Are you satisfied with my status? I have a name without a title. Write down, I am an Arab. You have stolen the orchards of my ancestors and the land which I cultivated along with my children, and you left nothing for us except for these rocks. So will the state take them, as it has been said. Therefore, write down on the top of the first page, I do not hate people, nor do I encroach, but if I become hungry, the usurper's flesh will be my food. Beware, beware of my hunger and my anger. So, this is a very powerful verse written by ഈ പറയുന്ന പോലെ മഹ്മൂദ് ഡാർവിഷ്. സോ ഇവിടെ ഇപ്പം നമ്മൾ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ദർ ഇസ് എ റെഫറൈൻ, അല്ലെ, റൈറ്റ് ഡൗൺ ഐ ആം ആൻ അറബ് എന്ന് പറയുന്ന കാര്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ സ്റ്റാൻസയിലും വരുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് അതൊരു റെസിസ്റ്റൻസിന്റെ ഭാഗമാണ്, അല്ലെ. ഹീസ് അസേർട്ടിങ് ഹിസ് ഐഡന്റിറ്റി, എഴുതി വെക്ക്. ഓക്കെ, ഹീസ് അസേർട്ടിങ് ഹിസ് ഐഡന്റിറ്റി. എന്താണ് ദാറ്റ് ഐ ആം ആൻ അറബ്. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, ഞാൻ അറബാണെന്ന് പറയുന്നുണ്ട്. വിൽ യു ബി ആംഗ്രി? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന്റെ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാട്, തന്റെ മക്കളെ ഫീഡ് ചെയ്യാനുള്ള കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈസ് എ പേഴ്സൺ വിത്ത് എ നെയിം വിത്തൗട്ട് എ ടൈറ്റിൽ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലാൻഡ് ഗ്രാബ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്താണ്, ലാസ്റ്റ് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് ചെറുതായിട്ട്, അല്ലേ. ഞാൻ ഒരിക്കലും ആരെയും വെറുക്കത്തില്ല. ഐ ഡു നോട്ട് ഹേറ്റ് പീപ്പിൾ. ഞാൻ ആരുടെയും ലാൻഡ് എൻക്രോച്ച് ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് വിശപ്പ് വന്നാൽ, അല്ലെ, ദ യൂസേർപ്പേഴ്സ് ഫ്ലഷ് വിൽ ബി മൈ ഫുഡ്. അതായത് ഞാൻ പ്രതികരിക്കും. അതൊരു സ്ട്രോങ് ഒരു ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ത്രെറ്റനിങ് നോട്ടിലാണ്, അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി, ഒരു റിവോൾട്ട് സ്പാർക്ക് ചെയ്യുന്ന നോട്ടിലാണ് പുള്ളി പോയം അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ സ്റ്റാൻസ വൈസ് സ്റ്റാൻസ അനാലിസിസ് നമ്മൾ വരുന്ന സെഷനിൽ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ ലൈറ്റ് ആയിട്ട് കാണരുത്, ബിക്കോസ് നിങ്ങൾക്ക് ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയാലും അല്ലാതെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വരുമ്പോഴത്തേക്കും യു ക്യാൻ യൂസ് ഓൾ ദീസ് പോയിന്റ്സ്. പോയത്തിലെ ലൈൻസ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് നിങ്ങളൊരു 3-4 ലൈൻ, നല്ല പവർഫുൾ ആയിട്ടുള്ള 3-4 ലൈൻസ് കോട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ച് വെക്കുക എന്നുള്ളത് എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ സിലക്ഷൻസ് തരാം, ഇതിൽ തന്നെ റെക്കമെൻഡ് ചെയ്ത് തരാം. ഇത് കൂടാതെ ക്രിട്ടിക്കൽ അനാലിസിസ് കൂടാതെ കുറച്ച് വാല്യൂ അഡീഷൻ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണും. സോ പ്ലീസ് ഇത് ലൈക്ക്,
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ മറ്റ് ഫെലോ സ്റ്റുഡൻസിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. റിസോഴ്സസ് കുറച്ച് കുറവായിരിക്കാം, പക്ഷേ ഐ വുഡ് ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു പ്രൊവൈഡ് എ വെരി ഗുഡ് എക്സ്പ്ലനേഷൻ ഓഫ് എല്ലാ ഈ പേപ്പറിലെ എല്ലാ പാഠഭാഗങ്ങളിലും കുറച്ച് നല്ല രീതിയിലുള്ള കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, മൈ കപ്പാസിറ്റി ഐ വിൽ ട്രൈ ടു പ്രൊവൈഡ്. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഓൾസോ വിൽ ബി പ്രൊവൈഡഡ്. ഗൂഗിൾ ക്ലാസ് റൂംസിലാണ് യൂഷ്വലി നോട്ട്സ് അപ്ലോഡ് ആവുക. സോ ദ ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. As soon as we finish this portion, the link will be in the, maybe in part 2, I will include the link. So till then, thank you and have a good day ahead. Thank you.